കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ യുവതിയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ആൺസുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു. ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത്തോളി സ്വദേശിനി ആയിഷ റഷയെ ഞായറാഴ്ച രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിം ട്രെയിനറായ ആൺസുഹൃത്ത് ബഷീറുദ്ദീനൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. കണ്ണാടിക്കൽ സ്വദേശിയായ ആൺസുഹൃത്ത് തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയിരുന്നെങ്കിലും വീട്ടിലേക്ക് പോകാതെ യുവാവിനൊപ്പം കഴിയുകയായിരുന്നു. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ. ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടായിരിക്കണം, മാനഹാനി കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചതോ അതല്ലെങ്കിൽ ഇവൻ തന്നെ അത് ഈ കുട്ടി പുറത്ത് പറയും എന്നൊരു തോന്നൽ കൊണ്ട് ഇവളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. കാരണം പിന്നെ ഇവൻ പറയുന്ന തെളിവുകളൊന്നും നമുക്ക് വിശ്വസനീയമല്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.